അയ്യുക്കും അഹ്സനു അമല, ഇതാണ് വിഷയം. അയ്യുക്കും നിങ്ങളിൽ ആരാണ് അഹ്സനു അമലൻ ഏറ്റവും നന്നായി അമല് ചെയ്യുന്നവർ എന്ന്, അമലിനെ ഏറ്റവും നന്നാക്കിയവർ. അങ്ങനെയാണ് അമൽ എന്നുള്ളത് ഇവിടെ തമീസ് എന്നാണ് അതിൻ്റെ വ്യാകരണത്തിൽ അതിൻ്റെ പ്രയോഗം. അമലിനാൽ ഏറ്റവും നന്നായവൻ, കർമ്മങ്ങളാൽ ഏറ്റവും നന്നായവൻ ആര് എന്ന്. അവിടെ അമൽ എന്ന് പറഞ്ഞാൽ കർമ്മമാണ്. കർമ്മങ്ങൾ ഖൽബിനുണ്ട് അല്ലേ, കർമ്മങ്ങൾ ലിസാനിനുണ്ട്, കർമ്മങ്ങൾ നമ്മളുടെ ജവാരിഹ് അവയവങ്ങൾക്കുണ്ട്. മനസ്സിലായോ? അയ്യുക്കും നിങ്ങളിൽ ആരാണ് അഹ്സൻ ഏറ്റവും നല്ലവൻ അമലൻ അമലിനാൽ എന്നാണ്, കർമ്മത്താൽ എന്നാണ്. കർമ്മം വെറും അവയവങ്ങൾക്കല്ല. ജവാരിഹ് എന്ന് പറഞ്ഞാൽ എന്താ? ജവാരിഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാക്ക്, മൂക്ക്, ത്വക്ക്, കൈ, കാല്, കണ്ണ്, കാത്, ഇതൊക്കെയാണ് ജവാരിഹ്, ബാഹ്യമായിട്ടുള്ള അവയവങ്ങൾ. ലിസാൻ അതിൽ പെടും, പക്ഷെ നല്ല ലിസാനിന് വേറെ പ്രത്യേകം വാക്കാലുള്ള കർമ്മങ്ങൾ, അതുകൊണ്ട് പ്രത്യേകം എഴുതി. കൽബിനും അമലുണ്ട്, കൽബിനും അമലുണ്ട്. എന്താ കൽബിൻ്റെ അമൽ? സത്യപ്പെടുത്തൽ, അംഗീകരിക്കൽ, ഭയക്കൽ, പ്രതീക്ഷിക്കൽ, പ്രീതിപ്പെടൽ അല്ലേ, പിന്നെ റഗ്ബത്ത് ആഗ്രഹം, റഹബത്ത് ഭീതി, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കൽബിൻ്റെ ഭക്തി തുടങ്ങിയുള്ള കൽബിൻ്റെതായ അമലുകളുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ അമലിനാൽ ഏറ്റവും നല്ലവൻ ആര് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി എന്നാണ്.